ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ടിക്ക മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ക്രീമൊന്നും ആവശ്യമില്ല. ക്രീമൊന്നും ഇല്ലാതെ ആർക്കും വീട്ടിൽ തന്നെ നല്ല രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഈ ഒരു ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പോളം തൈരും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കസൂരി മെത്തി ഉണ്ടല്ലോ, കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മെത്തി, അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇവിടെ അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് മസാലയൊക്കെ നല്ലതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ പീസസിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബട്ടറാണ്. ബട്ടർ തന്നെ വേണമെന്നില്ല, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വെളിച്ചെണ്ണ എടുക്കരുത്. ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും ചിക്കൻ പീസസ്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചു മറിച്ചു വിട്ടുകൊണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി മുഴുവനായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ഇത് ഒരു വലിയ ടൊമാറ്റോ അരച്ചെടുത്തതാണ്. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 തക്കാളി വരെയൊക്കെ എടുക്കാം. തക്കാളി കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയുടെയും ഒരു പച്ചച്ചൊവ ഉണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇതിന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണോളം ജീരകവും ഇട്ട് കൊടുക്കാം. ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളമൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ചൂടുണ്ടാവണം, അത്രമാത്രം. വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് കുക്ക് ചെയ്തെടുക്കണം. 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മസാല നല്ലതുപോലെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഈ സമയത്ത് നമ്മുടെ മസാലയൊക്കെ ചിക്കൻ പീസസിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് വേണം നമ്മളിതിലോട്ട് ക്രീം ചേർക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് ക്രീം ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന്. ക്രീമിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പാലാണ്. ഫുൾ ക്രീം മിൽക്കാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ശരിക്കും ക്രീം ഉണ്ടാക്കുന്നത് പാലിൽ തന്നെയാണല്ലോ. ക്രീം എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആവണമെന്നില്ല. എന്ന് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്.
ഒരിക്കലും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഫ്ലേവർ മാറിപ്പോവും. പശുവിൻ പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി പാലിൻ്റെ ആവശ്യമില്ല. ചിക്കൻ ടിക്ക മസാല എപ്പോഴും ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു റെസിപ്പിക്ക് ഞാനൊരു 1/4 കപ്പോളം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് നേരത്തെ കൂടി ഒന്ന് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നല്ല രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. സൂപ്പർ രുചിയാണ്, പക്ക ടേസ്റ്റാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ചിക്കൻ ടിക്ക മസാലയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ക്രീമൊന്നും കയ്യിലില്ല എന്നുള്ള കാരണം കൊണ്ട് ആരും ചിക്കൻ ടിക്ക മസാല വീട്ടിലുണ്ടാക്കാതിരിക്കണ്ട. ഈ റെസിപ്പി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ കുറച്ച് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു ചിക്കൻ ടിക്ക മസാല പൊറോട്ടയുടെ കൂടിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.